തുടർച്ചയായി 6ാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. പുതിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 8 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഇത്തവണ ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളും അമേരിക്ക ലക്ഷ്യമിട്ടു എന്നതാണ് വരുന്ന റിപ്പോർട്ട്. ഗൾഫ് മേഖലയിലേക്ക് ഇറാനും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോൾ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നത്. 40 ദിവസം നീണ്ട യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നതാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഈ ഘട്ടത്തിൽ എവിടെ എങ്ങനെ സമാധാനം ഉരുത്തിരിയും എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന സൈനിക പോരാട്ടം ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് കണ്ടത്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി തുടർച്ചയായ 6ാം രാത്രിയും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. US സെൻട്രൽ കമാൻഡ് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാന്റെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടത്. തങ്ങൾ ആക്രമിച്ചത് സൈനിക ലക്ഷ്യങ്ങൾ മാത്രമാണെന്ന് സെൻട്രൽ കോം അവകാശപ്പെടുന്നു. തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, നാവികശേഷി എന്നിവയാണ് ലക്ഷ്യമിട്ടതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധത്തിന്റെ ഭാഗമായി ഒരു കപ്പൽ പിടിച്ചെടുത്തതായും അമേരിക്ക അറിയിച്ചു. അമേരിക്കയുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഖേഷം ദ്വീപ്, ബന്ദർ അബ്ബാസ്, ബുഷൈർ എന്നിവിടങ്ങളിലും നടന്നു. ഇറാന്റെ ഏക ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബുഷൈർ. എന്നാൽ ഇറാന്റെ സർക്കാർ മാധ്യമങ്ങളും പ്രാദേശിക ഭരണകൂടവും പറയുന്നത് മറ്റൊന്നാണ്. അമേരിക്കൻ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്നതാണ് ഇറാൻ ആരോപിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, പാലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം തുടങ്ങിയ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെയും അമേരിക്ക ലക്ഷ്യമിട്ടു എന്നതാണ് ഇറാന്റെ ആരോപണം. ബന്ദർ അബ്ബാസിന് സമീപമുള്ള ഒരു പാലത്തിന് നേരെയുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ് നഗരത്തിലെ അധികൃതർ പറയുന്നതനുസരിച്ച് ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, വൈദ്യുതി വിതരണ സംവിധാനങ്ങളും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇറാന്റെ പ്രാദേശിക ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം പുതിയ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ചില പ്രദേശങ്ങൾ മണിക്കൂറുകൾ ഇരുട്ടിലായി. ഈ സംഘർഷത്തിനിടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അതീവ നിർണായകമായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ എണ്ണ വിതരണത്തെ, ആഗോള ഊർജ്ജ വിപണിയെയും ഇത് ഗുരുതരമായി ബാധിക്കുകയാണ്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തലവൻ ഫാത്തിഹ് ബിറോൾ പറയുന്നത്, അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ ലോകം വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ്. ഒമാൻ ഉൾക്കടലിൽ ഒരു എണ്ണക്കപ്പലിൽ അമേരിക്കൻ സൈന്യം കയറിയതായും ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം ശക്തമാക്കിയതായും സെൻട്രൽ കോം അറിയിക്കുന്നുണ്ട്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 3 വാണിജ്യ കപ്പലുകളെ തിരിച്ചയച്ചതായും അമേരിക്ക വ്യക്തമാക്കുന്നു. ഇതിനിടെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് അമേരിക്കയ്ക്കെതിരെ ശക്തമായി തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നു. ഒമാനിലെ അമേരിക്കയുടെ സമുദ്ര നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങളും കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള ചില കേന്ദ്രങ്ങളും ആക്രമിച്ചതായാണ് IRGCയുടെ അവകാശവാദം. സിറിയയിലെ അമേരിക്കൻ സൈനിക കമാൻഡ് കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തിയതായി IRGC അറിയിച്ചു. സിറിയയിലെ അൽ തൻഫ് സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം 2 ദിവസം മുൻപ് ഇറാനിയൻ സൈനികൻ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായിരുന്നു എന്നും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദത്തോട് അമേരിക്കയോ സിറിയയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജോർദാൻ സൈന്യം 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ച് തകർത്തതായി അറിയിച്ചിട്ടുണ്ട്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാഖിലെ കുർദിഷ് മേഖലയായ സുലൈമാനിയയിൽ ഉണ്ടായ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന് കുർദിഷ് സേന ആരോപിച്ചു. എർബിൽ നഗരത്തിന് മുകളിൽ പറന്ന 8 ഡ്രോണുകൾ വെടിവെച്ച് തകർത്തതായി കുർദിഷ് സേന അറിയിക്കുന്നു. ഈ ആഴ്ച ആദ്യം ചർച്ചകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ നിലയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്.
ഇതിന് പിന്നാലെ സാധാരണ ജനങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും മനഃപൂർവ്വം ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടുർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ഘട്ടത്തിൽ ഇറാന്റെ അവകാശവാദം എന്താണെന്ന് കൂടി നോക്കാം. ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സുൽഫഗാരി പറയുന്നത് 40 ദിവസം നീണ്ട യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നാണ്. അമേരിക്കയാണ് ഈ നിർണായക ജലപാതയെ അസ്ഥിരമാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് ഹോർമുസ് കൊണ്ടുവരിക എന്നത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതുമാത്രമാണ് അമേരിക്ക ഇപ്പോൾ ഈ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിലുള്ള ഏക കാര്യം. സമാധാന കരാറിലേക്ക് വന്നപ്പോഴും ഹോർമുസിലെ പിടി അയക്കാൻ ഇറാൻ തയ്യാറായില്ല. അതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അതാണ് ആക്രമണം ശക്തമാക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. അവിടെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഘട്ടത്തിലേക്ക് ഒരിക്കലും ഹോർമുസ് തിരിച്ചു പോകില്ല എന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിനെ എതിർക്കാൻ ഇസ്രായേൽ സർക്കാരിലെ ചില അംഗങ്ങൾ അമേരിക്കൻ ജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് JD വാൻസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു വാൻസിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നത്. ഇസ്രായേൽ സർക്കാരിനുള്ളിൽ ചിലർ അമേരിക്കയുടെ നയത്തെ മാറ്റാൻ ശ്രമിച്ചു എന്ന് വാൻസ് പറയുന്നു. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്നാണ് JD വാൻസ് പറയുന്നത്. കാരണം ഈ സൈനിക നടപടി തുടരാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്നാണ് JD വാൻസ് ചൂണ്ടിക്കാട്ടിയത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയത്തിൽ നിന്ന് അമേരിക്കയെ മാറ്റി നിർത്താൻ ചിലർ ശ്രമിച്ചുവെന്നാണ് JD വാൻസിന്റെ ആരോപണം. ഈ പ്രസ്താവന അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിലും ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. JD വാൻസ് ഈ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അപ്പോൾ JD വാൻസ് ഇസ്രയേലിന് ഈ വിഷയത്തിലുള്ള താല്പര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സമാധാനത്തിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും എത്തരുത് എന്ന തീരുമാനം ഇസ്രയേലിനുണ്ട് എന്നതാണ് JD വാൻസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന സമയം കുറഞ്ഞു വരികയാണ്. സമാധാനത്തിന്റെ ചർച്ചയുടെ ടേബിളിലേക്ക് ഇറാൻ എത്തിയില്ല എങ്കിൽ ഇറാനെ തകർത്ത് കളയുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആശങ്ക കൂടുതൽ കനക്കുകയാണ്. സംഘർഷം രൂക്ഷമാകുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് അമേരിക്ക പറയുന്നത്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞത് ഇറാനുമായി ചർച്ചകൾക്ക് പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും തയ്യാറാണെന്നാണ്. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കില്ല എന്നും അതിന് പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഇറാന്റെ ഉന്നത ചർച്ചാ പ്രതിനിധി മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത് രാജ്യത്തിന് പ്രയോജനമില്ലാത്ത ഒരു കരാറും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയാണ് ഇറാന്റെ ദേശീയ താൽപര്യമെന്നും ഖാലിബാഫ് പറയുന്നു. ഹോർമുസിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു കരാർ അത് സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് എന്തായാലും ഹോർമുസ് തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ അവിടെ വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറാകുമോ? മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് അതിന് സന്നദ്ധമാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും പ്രശ്ന പരിഹാരം ഇപ്പോഴും അകലെയാണ്.